പ്രിയപ്പെട്ടവരെ, അക്ബർ സ്നേഹക്കൂട്. അപ്പോൾ ഞാനൊരു 2 ദിവസത്തെ നീലഗിരി യാത്രയിലായിരുന്നു. ഈ യാത്രയെ സ്നേഹിക്കുന്ന എൻ്റെ കൂട്ടുകാർക്ക് 3 സ്ഥാപനങ്ങളെ ഞാൻ പരിചയപ്പെടുത്തുകയാണ്. ഒന്ന് ഹിൽ ബ്രൗണി എന്ന് പറയുന്ന നീലഗിരിയിലെ ഏറ്റവും രുചിയുള്ള ഊട്ടി വർക്കി ഉണ്ടാക്കുന്ന ഒരു സ്ഥാപനം. ഇത് നമ്മൾ കോയമ്പത്തൂരിൽ നിന്ന് കോത്തഗിരി വഴി ഊട്ടിയിലേക്ക് വരുമ്പോൾ കോത്തഗിരി വഴി വരണം കേട്ടോ. കോത്തഗിരി വഴിയുള്ള യാത്ര എന്ന് വെച്ചാൽ ഏറ്റവും മനോഹരമായ യാത്രയാണ്. നമുക്ക് യാത്രയെ പ്രണയിക്കുന്നവർക്ക്, പ്രകൃതി സ്നേഹികൾക്കൊക്കെ പറ്റിയൊരു റൂട്ടാണത്. അപ്പോൾ കോത്തഗിരി ടൗൺ എത്തുന്നതിന് മുമ്പ് ഡാനിങ്ടൺ എന്ന് പറഞ്ഞിട്ടൊരു സ്ഥലമുണ്ട്. ഡാനിങ്ടൺ, അവിടെ ഒരു MGR ശില, അവിടെ വലതുവശത്താണ് ഈ സ്ഥാപനം. തിരിച്ചു വരുമ്പോൾ നിങ്ങൾ ഊട്ടിയിൽ നിന്ന് കോത്തഗിരി വഴി വരുമ്പോൾ കോത്തഗിരി ടൗൺ കഴിഞ്ഞിട്ട് 3 കിലോമീറ്റർ കഴിഞ്ഞാൽ ലെഫ്റ്റ് സൈഡിൽ ആണ്, ഡാനിങ്ടണിൽ ലെഫ്റ്റ് സൈഡിലാണ് ഈ ഷോപ്പ്, ഹിൽ ബ്രൗണി. ഓക്കെ, അപ്പോൾ ഇത് ഒരുപാട് മലയാളികളൊക്കെ ജോലി ചെയ്യുന്നുണ്ട്. ഇത്ര രുചിയുള്ള ഊട്ടി വർക്കി ഞാനൊരു 20-25 കൊല്ലമായിട്ട് നിരന്തരം ഊട്ടി പോയിട്ട് വരുന്ന ആളാണ്. ഒരുവിധം ഊട്ടിയിലെ വളരെ പ്രശസ്തമായ ഊട്ടി വർക്കി വിൽക്കുന്ന ബേക്കറികളിൽ നിന്നൊക്കെ ഞാൻ വാങ്ങിച്ചിട്ടുണ്ട്. പക്ഷേ ഇത്ര രുചിയുള്ള, ഇത്ര ക്രിസ്പിയായ, ഇത്ര ഹൈജീനിക്കായിട്ട് ഉണ്ടാക്കുന്ന ഒരു സ്ഥാപനം വേറെയില്ല. ഓക്കെ, ഇവിടെ 2 തരം വർക്കി നമുക്ക് കിട്ടും കേട്ടോ. ഒന്ന് നാട്ടുചക്കരൈ എന്നുവെച്ചാൽ നാടൻ ശർക്കര കൊണ്ടുണ്ടാക്കുന്നതും, മറ്റൊന്ന് പഞ്ചസാര കൊണ്ടുണ്ടാക്കുന്നതും. നാടൻ ശർക്കര കൊണ്ട് ഉണ്ടാക്കുന്നതിന് 1 കിലോ 40 രൂപ കൂടും. അതിന് മധുരം കുറവായിരിക്കും, മറ്റതിന് മധുരം അല്പം കൂടും. പിന്നെ ഈ വർക്കിയുടെ ടേസ്റ്റ് ഇപ്പം ഞാൻ കഴിക്കുന്നത് നിങ്ങൾ കണ്ടില്ലേ, അപ്പോൾ എൻ്റെ എക്സ്പ്രഷൻ നിങ്ങൾ കണ്ടോ, അത് തന്നെ. ഓക്കെ, ഇനി അടുത്തത് MN ചോക്ലേറ്റ്സ് എന്ന് പറഞ്ഞിട്ട്, നിങ്ങൾ ഊട്ടിയിൽ വന്നാൽ നമ്മളൊന്ന് ഊട്ടി വർക്കി വാങ്ങും, പിന്നെ നമ്മൾ ചോക്ലേറ്റ് വാങ്ങും അല്ലേ. പക്ഷേ ഊട്ടി നഗരത്തിലൂടെ കറങ്ങി തിരിഞ്ഞ് ഏതെങ്കിലുമൊക്കെ കടകളിൽ, ബേക്കറികളിൽ പോയിട്ട് നമ്മൾ ചോക്ലേറ്റ് വാങ്ങലാണല്ലോ പതിവ്. പക്ഷേ MN ചോക്കോ സ്റ്റോർ എന്ന് പറഞ്ഞിട്ട് ഊട്ടിയിലെ ചൈറിങ് ക്രോസിൽ നിന്ന് ലെഫ്റ്റിലേക്ക് തിരിഞ്ഞാൽ, കുന്നൂരിൽ നിന്ന് വരുമ്പോൾ ലെഫ്റ്റിലേക്ക് തിരിഞ്ഞ് നിങ്ങൾ ATC റോഡിലേക്ക് കയറിയാൽ കുറച്ച് ദൂരം പോയാൽ MN ചോക്ലേറ്റ് സ്റ്റോർ ഗൂഗിളിൽ അടിച്ചാലും വരും കേട്ടോ. 1942 അത്ര ഇന്ത്യയിലെ ആദ്യത്തെ ചോക്ലേറ്റ് സ്റ്റോറാണിത്. ഇതിൻ്റെ അകത്ത് ചോക്ലേറ്റ് സംബന്ധിയായ ഒരുപാട് നോളജും ഏറ്റവും രുചികരമായ ചോക്ലേറ്റ് നിങ്ങളെ കാത്തിരിക്കുകയാണ്. എന്നുവെച്ചാൽ മയൻ സംസ്കാരം ആണ്, മയൻസാണ് ആദ്യമായിട്ട് ഈ കൊക്കോ കണ്ടുപിടിക്കുന്നവർ. ഇത് കണ്ടോ, കൊക്കോയും പിടിച്ചിരിക്കുന്ന ഒരു മായൻ്റെ പ്രതിമയാണത്. ഇത് ആധുനിക ചോക്ലേറ്റിൻ്റെ ഫൗണ്ടർമാരായ നെസ്ലെ പോലുള്ള ആളുകളുടെ ഫോട്ടോ. അപ്പോൾ ചോക്ലേറ്റിൻ്റെ മുഴുവൻ ചരിത്രവും അവിടെ എഴുതി വച്ചിട്ടുണ്ട്. കൊക്കോ ഒരു കാലത്ത്, പ്രിയപ്പെട്ടവർ, കൊക്കോ ആ കാലഘട്ടത്തിൽ മയൻ സംസ്കാരത്തിൽ കൊക്കോ ഒരു കറൻസി ആയിരുന്നു എന്ന് പറയുമ്പോൾ നിങ്ങൾ കൊക്കോയുടെ പ്രാധാന്യം മനസ്സിലാക്കണം. ഇറ്റ് ഈസ് മോർ ദാൻ ഗോൾഡ് എന്നാണ് പറയുന്നത്. സ്ത്രീധനം കൊടുക്കുന്നതൊക്കെ ഇത്ര കൊക്കോ, 10 കൊക്കോ 15 കൊക്കോ എന്നൊക്കെയാണ് അത്ര. ആസ്ടെക് കൊക്കോ ട്രേഡ് കണ്ടോ നിങ്ങൾ, ഇതാണ് മയൻ കൾച്ചറിൽ ആസ്ടെക് വർഗ്ഗം. അവരൊക്കെ കൊക്കോ എന്ന് പറയുന്നതിന് വലിയ ദൈവത്തിൻ്റെ ഒരു മഹത്തായ അനുഗ്രഹമായിട്ടാണ് മനസ്സിലാക്കിയിട്ടുള്ളത്. ഏതായാലും നമ്മൾ ചോക്ലേറ്റ് സംബന്ധമായ ഒരുപാട് നോളജും അതോടൊപ്പം ഏറ്റവും നല്ല ചോക്ലേറ്റും നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾ MN ചോക്കോ സ്റ്റോറിലേക്ക് പോകണം. ഊട്ടി ടൗണിലാണ്. ചൈറിങ് ക്രോസിൽ നിന്ന് ലെഫ്റ്റിലേക്ക് തിരിഞ്ഞ് ATC റോഡിലേക്ക് കയറിയാൽ ഗൂഗിൾ അടിച്ചാലും വരും. ഓക്കെ, അവിടെ നമുക്ക് ചോക്ലേറ്റ്സ് ഒക്കെ പഴയ കാലത്ത് ചോക്ലേറ്റിൻ്റെ പരസ്യങ്ങളാട്ടോ, കണ്ടോ. അപ്പം നമ്മൾ ഈ ചോക്ലേറ്റ് എന്ന് പറഞ്ഞ് വാങ്ങി തിന്നുന്ന 90% ചോക്ലേറ്റ് അല്ല പ്രിയപ്പെട്ടവരെ. നല്ല സാധനങ്ങൾ എവിടെയാണ് ഉണ്ടെന്ന് അറിയുക എന്നത് തന്നെ വലിയൊരു കാര്യമാണ്. കാരണം നമ്മൾ ഒന്നരാടെ ഊട്ടി പോകില്ലല്ലോ. നമ്മൾ എപ്പോഴെങ്കിലും വർഷത്തിൽ 1-2 തവണയായിരിക്കും ഒരു ഊട്ടി യാത്ര നടത്തുക. അപ്പോൾ നമുക്ക് ഏറ്റവും നല്ല സാധനങ്ങൾ, ഏറ്റവും ക്വാളിറ്റി ഉള്ളത് നമുക്ക് ലഭിക്കണ്ടേ. അപ്പോൾ അതിന് ഉതകുന്ന ചില വിവരങ്ങൾ ഞാൻ നിങ്ങൾക്ക് തരികയാണ്. അപ്പോൾ രണ്ടാമത്തത് ഇതാണ്. ആദ്യത്തേത് ഞാൻ പറഞ്ഞു ഹിൽ ബ്രൗണി, ഏറ്റവും രുചികരമായ. ഇത് നിങ്ങൾക്കറിയാമോ, ഇത് 150 വർഷം പഴക്കമുള്ള ഒരു സ്കൂളിൻ്റെ 150ാം വാർഷികത്തിന് MN ചോക്ലേറ്റുകാർ ഉണ്ടാക്കി കൊടുത്ത ഒരു ആ സ്കൂളിൻ്റെ ഡിസൈൻ. ഇത് മുഴുവൻ ചോക്ലേറ്റ് ആട്ടോ. ഇത് മൊത്തം ചോക്ലേറ്റിലാണ് അവർ ഉണ്ടാക്കിയിട്ടുള്ളത്. MN ചോക്ലേറ്റിന് ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സിന് ഒരുപാട് അവാർഡുകൾ ഈ സ്ഥാപനത്തിന് ലഭിച്ചിട്ടുണ്ട്. ഇത് ബീട്രൂട്ട്, ക്യാരറ്റ്, ലാവൻഡർ, റോസ്, ഇങ്ങനെ നിരവധി നാച്ചുറൽ ഫ്രൂട്ട്സിൻ്റെയും
ഫ്ലവേഴ്സിൻ്റെയുമൊക്കെ ഫ്ലേവറോടുകൂടി നാച്ചുറലായിട്ട് ഉണ്ടാക്കുന്ന ചോക്ലേറ്റ്സ് ആണ് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇതാണ് അവർക്ക് കിട്ടിയ ബുക്ക് ഓഫ് റെക്കോർഡ്സ്, ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സ് അവാർഡാണത്. ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സിലൊക്കെ ഉണ്ട് ഇവർ, ഈ MN ചോക്ലേറ്റ്സ്. ഇനി ഇത് കണ്ടോ നിങ്ങൾ, ഇതാണ് പഴയകാലത്ത് ചോക്ലേറ്റ് മിക്സിംഗ് മെഷീൻ. അപ്പോൾ ഇവിടെ ഒരുപാട് ആൻറ്റിക്കുകളൊക്കെ ഉണ്ട് കേട്ടോ, ആൻറ്റിക് പീസുകളൊക്കെ നമുക്ക് കാണാം. ചോക്ലേറ്റുമായി ബന്ധപ്പെട്ട നിരവധി സംഗതികൾ നമുക്കിവിടെ നിന്ന് പഠിക്കാനും മനസ്സിലാക്കുവാനൊക്കെ ഉണ്ട്. ചോക്ലേറ്റ് നല്ലത് ഏതാണ് ചീത്ത ഏതാണെന്ന് തിരിച്ചറിയാൻ അവർ നമ്മളെ പഠിപ്പിക്കും. ഇതാണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കൊക്കോ ഉണ്ടാകുന്ന സംസ്ഥാനങ്ങളിൽ, അതിലേറ്റവും കൂടുതൽ കൊക്കോ ഉണ്ടാകുന്നത് കേരളത്തിലാണ്. ഇത് ചോക്ലേറ്റ് കോട്ട് ചെയ്ത ഡ്രസ്സുകളാണ്. ആ പ്രതിമയ്ക്ക് അണിയിച്ചു കൊടുത്തിട്ടുള്ള വസ്ത്രങ്ങളെല്ലാം ഫുള്ളി ചോക്ലേറ്റ് കോട്ടഡ് ആണ് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇതുണ്ടോ എന്ത് രസമാണെന്ന് കണ്ടില്ല, ഇതൊക്കെ ചോക്ലേറ്റാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ഊട്ടിയിൽ വന്നാൽ ഇവിടെ 50 രൂപയുടെ ഒരു എൻട്രി ഫീസ് വാങ്ങുന്നുണ്ട് ഇത് സന്ദർശിക്കാൻ വേണ്ടി. പക്ഷേ അതിനൊരു 25 രൂപയുടെ നല്ല അടിപൊളി ചോക്ലേറ്റ് ബ്രൗണി നമുക്ക് തരുന്നുണ്ട്. നല്ല ഹോട്ട് ചോക്ലേറ്റ് മുക്കിയെടുത്തിട്ട് ഡിപ്പ് ചെയ്തെടുത്തിട്ട് അടിപൊളിയാണത്. അതിൻ്റെ രുചി കണ്ടോ. ഓക്കെ, അടിപൊളി. അപ്പോൾ എങ്ങനെയുണ്ട്, അത് തിന്ന് നോക്കിയാലല്ലേ അറിയാം. അപ്പോൾ നിങ്ങൾ പോകണം, ഇനി പോകുമ്പോൾ നിങ്ങൾ MN ചോക്ലേറ്റ് സന്ദർശിക്കുക. ഇത് മറ്റൊരു കാര്യം, ഇതാരും എന്നെ കൊണ്ട് ഇത് ചെയ്യിപ്പിച്ചതോ പറഞ്ഞതോ അല്ല കേട്ടോ. ഇവരൊന്നും അറിയില്ല ഞാൻ അവിടെ കയറി പോകുന്നത് തന്നെ. അപ്പോൾ ഇപ്രാവശ്യം പോയപ്പോൾ എനിക്ക് തോന്നി, നമുക്ക് ഒരു യാത്രയെ പ്രണയിക്കുന്നവൻ എന്ന നിലയ്ക്ക് എനിക്കറിയുന്ന കുറേ നല്ല കാര്യങ്ങൾ അത് എൻ്റെ പ്രേക്ഷകർക്കും എൻ്റെ കൂട്ടുകാർക്കും ഉപകാരപ്രദമാവുമെങ്കിൽ നല്ലതല്ലേ. നല്ലത് പങ്കുവയ്ക്കണം എന്നാണല്ലോ പറയുന്നത്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഞാനിതൊക്കെ നിങ്ങൾക്ക് ഷെയർ ചെയ്യാണ്. പിന്നെ അപ്പോൾ ഇവിടെ എന്ന് പറഞ്ഞാൽ ചോക്ലേറ്റ് മാത്രമല്ല കേട്ടോ, അവരുടെ തന്നെ ബ്രാൻഡ് കോഫി പൗഡർ, പിന്നെ മറ്റ് ടീ, വെറൈറ്റി ഓഫ് ടീ, പിന്നെ ഒരുപാട് സംഗതികൾ ഈ MN എന്ന് പറയുന്ന ബ്രാൻഡിൽ ലഭിക്കും. പക്ഷേ നമുക്ക് മറ്റ് കടകളിലൊന്നും കിട്ടില്ല. അത് നിങ്ങൾ ഇവരുടെ സ്റ്റോർ സന്ദർശിക്കുക തന്നെ വേണം കേട്ടോ. ഒരു സംഭവം, ഒരുപാട് വെറൈറ്റി ഓഫ് സാധനങ്ങൾ ഇവിടെ MNൻ്റെ ബ്രാൻഡിൽ. പിന്നെ ജിഞ്ചർ ടീ, മസാല ടീ, ബ്ലാക്ക് ടീ, ഗ്രീൻ ടീ, മാഡം ചോക്ലേറ്റ്സ് വെരി വെറൈറ്റി ഓഫ് ചോക്ലേറ്റ്സ്. നമ്മുടെയൊക്കെ ധാരണ സ്വിറ്റ്സർലൻഡിൽ മാത്രമാണ് ഏറ്റവും നല്ല ചോക്ലേറ്റ് കിട്ടുക എന്നല്ല. ചോക്ലേറ്റ്സ് വെറൈറ്റീസ് ടെൽ മീ. നിങ്ങൾ ഈ ഊട്ടിയിൽ വന്നാൽ ഏറ്റവും നല്ല വേൾഡിൽ തന്നെ ക്ലാസ് ചോക്ലേറ്റ് ഇവിടെ കിട്ടും. അപ്പോൾ ഈ ചെറുപ്പക്കാരൻ നമുക്ക് ചോക്ലേറ്റിനെ കുറിച്ച് വിശദീകരിച്ചു തരാം. എങ്ങനെയാണ് ചോക്ലേറ്റിന് ഏറ്റവും നല്ല ചോക്ലേറ്റിലെ ഇൻഗ്രീഡിയൻസ് ഒക്കെയാണ്. രണ്ടാം തരം ചോക്ലേറ്റ് എങ്ങനെയാണ്, ചോക്ലേറ്റ് എങ്ങനെയാണ്, ഡാർക്ക് ചോക്ലേറ്റ് ഗുണങ്ങൾ എന്തൊക്കെയാണ്, നിരവധി കാര്യങ്ങൾ നമുക്ക് അവർ വിശദീകരിച്ചു തരും. ചോക്ലേറ്റ് വാങ്ങാനാണ് പോകുന്നതെങ്കിൽ എൻട്രി ഫീസ് കൊടുക്കണ്ട കേട്ടോ. ജസ്റ്റ് കാണാനാണ് പോകുന്നതെങ്കിൽ എൻട്രി ഫീസ് ഉള്ളൂ. നിങ്ങൾ ഞങ്ങൾക്ക് ചോക്ലേറ്റ് വാങ്ങാനാണെന്ന് പറയണം. അപ്പോൾ നിങ്ങൾ എൻട്രി ഫീസ് ഒന്നും കൊടുക്കണ്ട. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ടേസ്റ്റ് ചെയ്യാൻ അവർ തരും ചോക്ലേറ്റ് കേട്ടോ. അപ്പോൾ അടിപൊളി ചോക്ലേറ്റ് ഉണ്ട്, പിസ്ത, കാഷ്യൂ, അതുപോലെ എല്ലാ നട്ട്സും, ബദാം, വളരെ റിച്ചാണ് കേട്ടോ, വളരെ റിച്ചാണ്. അതുപോലെ തന്നെ ചോക്ലേറ്റിന് വിലയുണ്ട് കേട്ടോ. നല്ലതിനെപ്പോഴും വില കൊടുക്കണമല്ലോ നമ്മൾ. അപ്പോൾ ഇതാണ് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്ന രണ്ടാമത്തെ സ്ഥാപനം നീലഗിരിയിലെ. ഇനി നമുക്ക് അടുത്തത് ഒരു സ്ഥാപനം കൂടെ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുകയാണ്. ഇത് കഴിയട്ടെ. ഇത് ചോക്ലേറ്റ്സൊക്കെ കണ്ടല്ലോ. നമ്മൾ ഏതോ മാർവാടിയുടെ സ്വീറ്റ് കടയിൽ പോയ പോലെ ഇല്ലേ, മാർവാടികളുടെ സ്വീറ്റ് കടയിൽ പോയ പോലെ. എന്താ ചോക്ലേറ്റ്സ് അല്ലേ, വാവ്. വായിൽ വെള്ളം നിറഞ്ഞു. നിങ്ങൾ കാണുന്നവരുടെ വായിലൊക്കെ വെള്ളം നിറഞ്ഞിട്ടുണ്ടാവും. ഞാനിതൊക്കെ കുറേശ്ശെ വാങ്ങി രുചി നോക്കി. ഞാൻ ഒരു 1 kg ചോക്ലേറ്റ് വാങ്ങിച്ചിട്ടാണ് വന്നത് കേട്ടോ. ഓക്കെ, അതുപോലെ ഊട്ടി വരയ്ക്ക് ഒരു 15 കിലോ വാങ്ങിച്ചു. എൻ്റെ അയൽവാസികൾക്കും വേണ്ടപ്പെട്ടവർക്കൊക്കെ ഞാൻ കൊടുക്കും പോയിട്ട് വരുമ്പോൾ വാങ്ങിക്കുന്നത്, സ്നേഹത്തോടു കൂടിയിട്ട്. അപ്പോൾ സ്നേഹത്തോടു കൂടി നമ്മൾ നമ്മുടെ വേണ്ടപ്പെട്ടവർക്ക് നല്ലത് കൊടുക്കണ്ടേ എപ്പോഴും, അല്ലേ? എപ്പോഴും നല്ലത് കൊടുക്കണം, നല്ലത് പങ്കുവയ്ക്കണം. സ്നേഹക്കൂടിന് എപ്പോഴും എല്ലാവരോടും പറയാനുള്ളത് അതാണ്. നല്ലത് ഷെയർ ചെയ്യുക, നല്ലത് പങ്കുവയ്ക്കുക, നല്ലത് കൈമാറുക. അങ്ങനെ ജീവിക്കുമ്പോഴാണ് ജീവിതത്തിനൊരു സുഖം കേട്ടോ സുഹൃത്തുക്കളെ. ഓക്കെ, അപ്പോൾ ഇതാണ് MN ചോക്കോ സ്റ്റോർ. ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ ചോക്ലേറ്റ്, നാഷൻസ് ഫസ്റ്റ് ചോക്ലേറ്റ് ഫാക്ടറി എന്നാണ് ഇവർ പറയുന്നത്. ശരിയായിരിക്കാം, കാരണം കൊക്കോ ഏറ്റവും കൂടുതൽ ഉണ്ടാവുന്നത് ഇവിടെയാണ്. ഇനി അടുത്ത് നമുക്ക് സിൽവർ ടിപ്പ് എന്ന് പറഞ്ഞിട്ട് കഫേ എന്ന് പറഞ്ഞിട്ടൊരു അടിപൊളി ഒരു കഫേ സ്പോട്ട്. ഇത് നിങ്ങൾ കോത്തഗിരിയിൽ നിന്ന് താഴോട്ട് പോകുമ്പോൾ, നമ്മൾ മേട്ടുപ്പാളയത്തേക്ക് പോകുന്ന സമയത്ത് ഈ ഷോപ്പ് നിങ്ങൾക്ക് കാണാം. ഒരു റൈറ്റ് സൈഡിലായിട്ട് വരും. ഇതൊരു ഇറക്കത്തിൽ റൈറ്റ് സൈഡിലാണ് ഈ ഷോപ്പ് വരിക. സിൽവർ ടിപ്പ് എന്ന് പറഞ്ഞിട്ട്. എൻ്റെ
മക്കളെ അടിപൊളിയാണ്. എന്ന് വെച്ചാൽ ഇവിടെ ഇരുന്ന നല്ല വ്യൂ ആണ് കേട്ടോ. ആ തോട്ടമൊക്കെ കാണാം. ഇതാണ് ഇത് ലൈം ജിഞ്ചർ ടീ, മറ്റേത് ബ്ലാക്ക് ടീ, മിൻറ്റ് ബ്ലാക്ക്. എന്താ ടേസ്റ്റ് എന്ന് പറയും. നിങ്ങൾക്ക് ബ്ലാക്ക് ടീ കിട്ടും, മിൻറ്റ് ബ്ലാക്ക് ടീ കിട്ടും, ലൈം ജിഞ്ചർ ടീ കിട്ടും, ഗ്രീൻ ടീ കിട്ടും. ഇതൊക്കെ അവരുടെ തന്നെ ബ്ലെൻഡാണ്, അവരുടെ തന്നെ ബ്ലെൻഡാണ്. അപ്പോൾ അവരുടെ തന്നെ ബ്രാൻഡിൽ സിൽവർ ടിപ്പ് എന്ന് പറഞ്ഞിട്ട് ഏറ്റവും നല്ല ഓയിലുകൾ അവിടെ കിട്ടും കേട്ടോ. എന്ന് വെച്ചാൽ യുക്കാലിപ്റ്റസ് ഓയിൽ, അതുപോലുള്ള ഓയിലുകളുണ്ടല്ലോ ഊട്ടിയിൽ നീലഗിരിയിലൊക്കെ. നമ്മൾ ഈ കടകളിൽ പോയിട്ട് പല ബേക്കറികളിലും കടകളിലും പോയി വാങ്ങുന്ന ഒന്നും ക്വാളിറ്റി ഇല്ലാത്തതാണ് കേട്ടോ. പക്ഷെ ഇതൊക്കെ എന്ന് വെച്ചാൽ നിങ്ങളൊരു പ്രാവശ്യം വാങ്ങിച്ചാൽ അതിൻ്റെ ക്വാളിറ്റി അറിയാം. ഓക്കെ, ഇതുണ്ടല്ലോ പുൽത്തൈലം എന്നൊക്കെ പറഞ്ഞാൽ ഒരു ബോട്ടിൽ വാങ്ങി വെച്ചാൽ ഞാനൊക്കെ എത്ര മാസം ഉപയോഗിക്കുന്നുണ്ടറിയോ. എൻ്റെ ടോയ്ലറ്റിൽ വാഷ്റൂമിലൊക്കെ ഞാനത് ഉപയോഗിക്കാറുണ്ട്. ഓക്കെ, അപ്പോൾ ഇതാണ് സിൽവർ ടിപ്പ് കഫേ കൊത്തഗിരിയിൽ നിന്ന് താഴോട്ട് വരുമ്പോൾ. ഓക്കെ, അപ്പോൾ നിങ്ങൾ യാത്രയിൽ ഈ 3 സ്ഥാപനങ്ങളും സന്ദർശിക്കണം. ഇനിയും ഇതുപോലുള്ള എനിക്കറിയാവുന്ന, എനിക്ക് ബോധ്യമായ കാര്യങ്ങൾ, ബോധ്യമായതേ പറയുള്ളൂ കേട്ടോ. എനിക്ക് ബോധ്യമാവാത്തത് പറയില്ല കേട്ടോ. ബോധ്യമായത് വിവരങ്ങൾ ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കും. ദയവ് ചെയ്ത് എൻ്റെ വീഡിയോസ് മുഴുവനായിട്ട് കാണുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യണം കേട്ടോ. എനിക്ക് ലൈക്ക് ചെയ്താൽ മാത്രം പോരാ, കമൻറ്റ് ചെയ്യണം. പ്ലസും മൈനസും നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം. സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ എനിക്ക് എല്ലാവരോടും എപ്പോഴും പറയാനുള്ളത് ഫിറ്റ്നസ് മാറ്റേഴ്സ് എന്നാണ്. എന്ന് വെച്ചാൽ ആരോഗ്യമുള്ള മനസ്സ്, ആരോഗ്യമുള്ള ശരീരം, ആഹ്ലാദകരമായ മനസ്സ്, കമ്പേഷനായിട്ടായിട്ടുള്ള അനുകമ്പയുള്ള ഹൃദയം, വളരെ പീസ്ഫുള്ളായിട്ടുള്ള ഒരു കോൺഷ്യസ് സ്റ്റേറ്റ്. ഓക്കെ, ഇത് ജീവിതത്തിൽ നമുക്ക് ചുറ്റും ലെമണോ ഗ്രാസ് എല്ലാം മനോഹരമാണ്. ചമോമയിൽ ജീവിതം നമുക്ക് ആസ്വദിക്കണം. ഏതായാലും ജീവിതം അങ്ങനെ ഇരുന്ന് നമുക്ക് ചുറ്റുമുള്ളതെല്ലാം അടുത്ത നമ്മൾ യാത്ര ആസ്വദിക്കുക, ആഹ്ലാദകരമായ മനസ്സുണ്ടാവും.